എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 4 ശ്ലോകം 33, 34, 35, 36, 37 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 3 ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്നിച്ചാണ് പറയുന്നത്. ശുക്ലാം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേഷു മനിഷം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ശ്ലോകം 33, 34, 35. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗവാം രുക്മവിഷാണീനാം രൂപ്യാഘ്രീണാം സുവാസസാം പയശീലവയോരൂപവത്സോവസ്കര സമ്പദാം പ്രാഹിണോൽ സാധുവിപ്രേഭ്യോ ഗൃഹേഷു ന്യർബുദാനി ഷഡ് ഭോജയിത്വാ ദ്വിജാനഗ്രേ സാധ്വന്നം ഗുണവത്തമം ലബ്ധകാമൈരനുജ്ഞാത പാരണായോപചക്രമേ തസ്യ തർഹ്യതിഥി സാക്ഷാൽ ദുർവാസാ ഭഗവാൻ അഭൂത്. രുക്മ വിഷാണീനാം സ്വർണത്താൽ കൊമ്പുകളെ ആച്ഛാദനം ചെയ്തും രൂപ്യ അംഘ്രീണാം വെള്ളികൊണ്ട് കുളമ്പുകളെ പൊതിഞ്ഞും സുവാസസാം ശോഭന വസ്ത്രങ്ങളോടുകൂടിയും പയശീല വയോരൂപവത്സോവത്സ്കര സമ്പദാം പാല്, സ്വഭാവം, പ്രായം, സൗന്ദര്യം, കുട്ടികള്, മറ്റു ഉപകരണങ്ങൾ എന്നിവയോടുകൂടിയും ഇരിക്കുന്ന ഗവാം ഗോക്കളുടെ നിർബുധാനി ഷട്ട് 60 കോടി ഗൃഹേഷു ഗൃഹങ്ങളിൽ വസിക്കുന്ന സാധു വിപ്രേഭ്യ സാധു ബ്രാഹ്മണർക്കായിക്കൊണ്ട് പ്രാഹിണോ ദാനം ചെയ്തു. അഗ്രേ മുമ്പിൽ ഗുണവത്തമം ഏറ്റവും ഗുണത്തോടു കൂടിയതും സ്വാദു രുചികരവുമായ അന്നം അന്നത്തെ ദ്വിജാൻ ഭോജയിത്വ ബ്രാഹ്മണരെ ഭുജിപ്പിച്ചിട്ട് ലബ്ധകാമേഹി ലഭിച്ചിരിക്കുന്ന ആഗ്രഹത്തോടു കൂടിയ അവരാൽ അനുജ്ഞാത അനുജ്ഞ നൽകപ്പെട്ടവനായിട്ട് പാരണയ്ക്കായിക്കൊണ്ട് ഉപചക്രമേ ഉപക്രമിച്ചു. തർഹി അപ്പോൾ സാക്ഷാൽ ഭഗവാൻ ദുർവാസ സാക്ഷാൽ ഭഗവത് അവതാരഭൂതനായ ദുർവാസസ് തസ്യാതിഥി അദ്ദേഹത്തിന്റെ അതിഥിയായിട്ട് ഭവിച്ചു. ധാരാളം ഗോക്കളെ അദ്ദേഹം ദാനം ചെയ്തു. 60 കോടി പശുക്കൾ എന്നാ പറയണത് സാധുക്കളായ ബ്രാഹ്മണർക്ക്. അത് എങ്ങനെയുള്ള പശുക്കളാ? കൊമ്പുകളിൽ ഇങ്ങനെ സ്വർണം കെട്ടിച്ചിട്ടുണ്ട്. 2 കൊമ്പും സ്വർണം കെട്ടിച്ചിട്ട്, പിന്നെയോ കുളമ്പൊക്കെ വെള്ളി കൊണ്ട് കെട്ടിച്ചിട്ട്, വിശേഷ വസ്ത്രങ്ങൾ കൊണ്ട് പട്ടുവസ്ത്രങ്ങളൊക്കെ കൊണ്ട് ആ പശുക്കളുടെ ശരീരത്തെ അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ധാരാളം പാലുള്ള പശു, അല്ലാണ്ട് ഈ ചാവാലി പശുക്കളെയൊന്നുമല്ല ദാനം ചെയ്യണത്. പിന്നെയോ അവര് സ്വഭാവ ഗുണമുണ്ട്. ഈ ചവിട്ടലും അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല സുന്ദരികളായിട്ടുള്ള പശുക്കള്, ചെറുപ്രായം ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ ധാരാളം പാലുള്ള സൗന്ദര്യമുള്ളവയുമായ 60 കോടി പശുക്കളെ, പിന്നെ അതിന്റെ കുട്ടികളെയും മാത്രമല്ല കറക്കാനുള്ള പാത്രങ്ങളും കൂടി ഉണ്ട്. എല്ലാം കൂടിയിട്ട് ഗൃഹങ്ങളിൽ തന്നെ വസിക്കണ പരോപകാരാൽപരന്മാരായ ബ്രാഹ്മണർക്ക്, അങ്ങനെയുള്ള ബ്രാഹ്മണർക്കാണ്, ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അദ്ദേഹം. എന്നിട്ട് അവരെ ഏറ്റവും നല്ല സ്വാദുള്ള ഭക്ഷണം അവർക്ക് നൽകി അവരെ ഭുജിപ്പിച്ചു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. എല്ലാ ദക്ഷിണയോ ഇഷ്ടം പോലെ അവരുടെ ഇതിനനുസരിച്ചിട്ടുള്ള തൃപ്തിയാവുന്ന തരത്തിലുള്ള ദക്ഷിണാദികളൊക്കെ കൊടുത്തു. എല്ലാ ബ്രാഹ്മണരെയൊക്കെ സന്തോഷിപ്പിച്ചു. എന്നിട്ട് അവര് അനുഗ്രഹിച്ചു. ഇനി പാരണ കഴിക്കാനുള്ള സമയമായി. അങ്ങനെ അവരുടെ അനുമതി പ്രകാരം പാരണ കഴിക്കാൻ പുറപ്പെട്ടു. അപ്പൊ ഉണ്ടല്ലോ അത്തേ സമയത്ത് തന്നെ ആ സാക്ഷാല് രുദ്രാവതാരമായ ദുർവാസസ് മഹർഷി രാജാവിന്റെ ആഗ്രഹത്തിൽ അങ്ങ് അതിഥിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അതാ രാജാവ് അദ്ദേഹം ഭരണ കണ്ടപ്പോ ഓടിച്ചെന്ന് സ്വീകരിക്കണു. തം ആനർച്ചാതിഥി ഭൂപ പ്രത്യുത്ഥാനാസനാർഹണേ യയാ ജയഭ്യവഹാരായ
പാദമൂലം ഉപാഗത. ഭൂപ രാജാവ് പ്രത്യുത്ഥാനാസനാർഹണൈഹി എതിരേറ്റ് ചെന്ന് ആസനം നൽകുക, അർഘ്യം സമർപ്പിക്കുക എന്നിവയാൽ അതിഥിം തം ആനർച്ചു, അതിഥിയായ അദ്ദേഹത്തെ പൂജിച്ചു. പാദമൂലം ഉപാഗത, പാദമൂലത്തെ ഉപഗമിച്ചവനായിട്ട്, അഭ്യവഹാരായ ആഹാരത്തിനായിക്കൊണ്ട് യയാചി പ്രാർത്ഥിച്ചു. രാജാവ് ഉടനെ അദ്ദേഹം വരണ കണ്ടപ്പോ വേഗം എഴുന്നേറ്റ് സമീപത്ത് ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇരിപ്പിടം നൽകി ഇരുത്തി അർഘ്യപാദ്യാദികൾ കൊണ്ട് ഒക്കെ സമർപ്പിച്ചു. അദ്ദേഹത്തിന് പൂജയൊക്കെ ചെയ്തു, പാദത്തിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിനോട് ഇന്നിവിടെ ഭിക്ഷ സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. പ്രതിനന്ദ്യസതൽ യാജ്ഞാം കർത്തുമാവശ്യകം ഗത നിമമജ്ജ ബൃഹധ്യായൻ കാളിന്ദീ സലിലേ ശുഭേ. സ അദ്ദേഹം തദ്യാജ്ഞയ രാജാവിന്റെ പ്രാർത്ഥനയെ പ്രതിനന്ദ്യ സന്തോഷപൂർവം സ്വീകരിച്ചിട്ട് ആവശ്യകം കർത്തുംഗത ആവശ്യത്തെ, അതായത് നിത്യകർമ്മങ്ങളെ അനുഷ്ഠിക്കാനായിക്കൊണ്ട് ശുഭേ കാളീന്തി സലിലെ ശുദ്ധമായ കാളീന്തി ജലത്തിൽ ബൃഹധ്യായൻ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് നിമമജ്ജ നിമജ്ജനം ചെയ്തു. അപ്പൊ രാജാവിന്റെ പ്രാർത്ഥന അങ്ങനെ പറഞ്ഞപ്പോ ശരി അങ്ങനെ തന്നെ അതങ്ങനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് ദുർവാസസ് മഹർഷി ആ മധ്യാഹ്നികം കഴിക്കാനായിക്കൊണ്ട് ആ നിത്യകർമ്മങ്ങളൊക്കെ കഴിക്കാനായിട്ട് കാളീന്തി തീരത്തിലേക്ക് പോയി. പരിശുദ്ധമായ ആ യമുനാ നദിയിലെ ജലത്തില് ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ മുങ്ങി. എന്ത് ചെയ്ത അദ്ദേഹം പിന്നെ ഇതാ പൊങ്ങി വരുന്നില്ല. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയണത്. അപ്പൊ രാജാവിന് ഇതാ പാരണ വൈകുന്നു. അതെല്ലാം നമുക്ക് നാളെ ശ്രവിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.